ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ പാനിപ്പൂരി ബജ്ജി. പാനിപ്പൂരി ബജ്ജി എന്ന് പറയുമ്പോൾ പാനി നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ പൂരി ബജ്ജി എന്ന് വേണമെങ്കിലും പറയാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് വേണം. ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ ഒരു 4 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, പച്ചമുളക്, മല്ലിയില, കടലമാവ്, പിന്നെ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള പാനിപ്പൂരി. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് വെക്കാം. ഉരുളക്കിഴങ്ങിന് പുറമേയുള്ള മണ്ണും പൊടിയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം പുഴുങ്ങിയെടുക്കാം. ഉരുളക്കിഴങ്ങ് അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളകും സവാളയും മല്ലിയിലയും നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. പച്ചമുളക് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. മക്കൾക്കൊന്നും അധികം വേരി വേണ്ടാത്തതുകൊണ്ട് ഒരു മുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയെടുക്കാം. മാറ്റിയിട്ട് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം അതിൻ്റെ തോലെല്ലാം ഉരിച്ച് മാറ്റി നമുക്ക് നല്ല വൃത്തിയാക്കി എടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളകും ഉള്ളിയും മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാനിപ്പൂരി പൊരിച്ചെടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം പാനിപ്പൂരി ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. പാനിപ്പൂരി ഓരോന്നായിട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ നടുക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് മിക്സ് നിറച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ബജ്ജിക്ക് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. കടലമാവ് അരക്കപ്പ് എടുക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. 1 സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ലേശം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ചാൽ മതി. വെള്ളം കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. നമ്മുടെ ബജ്ജിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇനി അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും നമുക്കത് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ പാനി ഇല്ലാത്ത പൂരി ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ മേളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കെച്ചപ്പ് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചായയുടെ കൂടെ ആയാലും കട്ടൻ ചായയുടെ കൂടെ ആയാലും നമ്മുടെ പൂരി ബജ്ജി സെറ്റാവും.